മലയാള സിനിമയിൽ നായിക വേഷത്തിൽ നിന്നും അമ്മ വേഷത്തിലേക്ക് ചേക്കേറിയ നായികമാർ. 1965 ഇണപ്രാവുകൾ എന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ശാരദ മലയാള സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരുന്നത്. തുടർന്ന് മുറപ്പെണ്ണ്, ഇരുട്ടിൻ്റെ ആത്മാവ്, ഉദ്യോഗസ്ഥ, കസവ് തട്ടം, മുൾക്കിരീടം, പരീക്ഷ തുടങ്ങിയ സിനിമകളിൽ അന്നത്തെ സൂപ്പർ താരങ്ങളായ സത്യൻ്റെയും പ്രേം നസീറിൻ്റെയും നായികയായിക്കൊണ്ട് മലയാള സിനിമയിലെ നായിക നിരയിലേക്ക് ഉയരുകയായിരുന്നു ശാരദ. തുടർന്ന് ശാരദ നായികയായിട്ട് അഭിനയിച്ച തുലാഭാരം, യക്ഷി, അപരാധിനി, കൂട്ടുകുടുംബം, മൂലധനം, നദി, ത്രിവേണി, സ്വയംവരം, ഗന്ധർവക്ഷേത്രം തുടങ്ങിയ സിനിമകൾ ഒരു നായിക എന്ന നിലയിൽ ശാരദയുടെ മലയാളത്തിലെ മൈൽ സ്റ്റോൺ സിനിമകളായിരുന്നു. ദുഃഖപുത്രിയുടെ വേഷങ്ങൾ ചെയ്തു ബലിപ്പിക്കാൻ അന്ന് മലയാള സിനിമയിൽ ഒരേ ഒരു നായിക നടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശാരദയായിരുന്നു. 3 പതിറ്റാണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ നായികയായിരുന്ന ശാരദ സത്യൻ, പ്രേം നസീർ, മധു എന്നിവരുടെ നായികാ വേഷത്തിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്നു. ശാരദയ്ക്കൊപ്പം തിളങ്ങിയ നായിക നടി ഷീല മാത്രമായിരുന്നു. പ്രായാധിക്യം കൊണ്ടാകണം ശാരദ പിന്നീട് അമ്മ വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു. ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, കാശ്മീരം, മഴത്തുള്ളിക്കിലുക്കം, രാപ്പകൽ, നായിക, കലികാലം, അമ്മയ്ക്കൊരു താരാട്ട് തുടങ്ങിയ സിനിമകളിലൂടെ നായികയായി മാത്രമല്ല അമ്മ വേഷത്തിലും തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു ശാരദ. നാഷണൽ ലെവലിൽ 1968 തുലാഭാരം, 1972 സ്വയംവരം എന്നീ മലയാള സിനിമകൾക്കും 1977 നിമഞ്ജനം എന്ന തെലുങ്ക് സിനിമയ്ക്കും മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ശാരദ. 1970 ത്രിവേണി, താര എന്നീ സിനിമകൾക്ക് കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും സ്വന്തമാക്കിയ ശാരദ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5 ഭാഷകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നായിക നടിയായ ശാരദ അമ്മ നടിയായി അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം മലയാളത്തിൽ അവസാനമായി അമ്മയായിട്ട് അഭിനയിച്ചത് അമ്മയ്ക്കൊരു താരാട്ട് എന്ന സിനിമയിൽ ആയിരുന്നു. നായിക വേഷത്തിൽ നിന്നും അമ്മ വേഷത്തിലേക്ക് വന്ന മറ്റൊരു നടിയാണ് ഷീല. 1962 ഭാഗ്യതാരകം എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് മലയാളത്തിൻ്റെ നിത്യഹരിത നായിക, അഭിനയ സൗന്ദര്യം എന്നൊക്കെ അറിയപ്പെടുന്ന സൂപ്പർ നായിക ഷീല തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് കാട്ടുമൈന, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, മൂടുപടം, കുട്ടിക്കുപ്പായം, തൊമ്മൻ്റെ മക്കൾ, ആയിഷ തുടങ്ങിയ സിനിമകളിൽ നായികയായി അഭിനയിച്ചുകൊണ്ട് ഷീല മലയാള സിനിമയിലെ നായികാ സങ്കല്പത്തിന് സൗന്ദര്യം പകർന്ന് മുൻനിര നായികയായി മാറി. ചെമ്മീൻ, പട്ടുതൂവാല, പ്രിയതമ, മൈനത്തരുവി കൊലക്കേസ്, നാടൻ പെണ്ണ്, അഗ്നിപരീക്ഷ, വെളുത്ത കത്രീന, ഭാര്യമാർ സൂക്ഷിക്കുക, പളുങ്കുപാത്രം, അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ സിനിമകൾ ഒരു നായിക നടി എന്ന നിലയിൽ ഷീലയുടെ അഭിനയ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ സിനിമകളായിരുന്നു. കുട്ടിക്കുപ്പായം മുതൽ അച്ചാരമമ്മിണി, ഓശാരമോമന, കണ്ണപ്പനുണ്ണി, കടത്തനാട്ടുമാക്കം, പിച്ചാത്തിക്കുട്ടപ്പൻ അങ്ങനെ 107 സിനിമകളിൽ പ്രേം നസീറിൻ്റെ നായികയായി അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡ് നേടിയ നായികയാണ് ഷീല. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താര ജോഡികളായിരുന്നു പ്രേം നസീർ, ഷീല താരജോഡികൾ. ഒപ്പം സത്യൻ എന്ന മഹാനടൻ ഉൾപ്പെടെ മധു, KP ഉമ്മർ, കൂടാതെ ആക്ഷൻ ഹീറോയായ ജയൻ, റൊമാൻറ്റിക് ഹീറോയായ മോഹൻ ഇവരുടെയൊക്കെ നായികയായി ഷീല മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. 2005 അകലെ എന്ന സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഷീല. 1969 കള്ളിച്ചെല്ലമ്മയിലും 1971 ഒരു പെണ്ണിൻ്റെ കഥ, ശരശയ്യ, ഉമ്മാച്ചു തുടങ്ങിയ സിനിമകൾക്കും 1976 അനുഭവം എന്ന സിനിമയ്ക്കും 2004 അകലെ എന്ന സിനിമയ്ക്കും മികച്ച അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് സ്വന്തമാക്കിയ ഷീല 2003 മുതൽ മനസ്സിനക്കരെ, അകലെ, പൊന്മുടി പുഴയോരത്ത്, ഉത്സാഹ കമ്മിറ്റി, സ്നേഹവീട്, കൊട്ടാരത്തിൽ കുട്ടിഭൂതം തുടങ്ങിയ മലയാള സിനിമകളിൽ അമ്മയായും അമ്മൂമ്മയായും വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ നായിക വേഷത്തിൽ നിന്നും അമ്മ വേഷത്തിലേക്ക് വന്ന മറ്റൊരു നടിയാണ് ജയഭാരതി. 1966 പെൺമക്കൾ എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ജയഭാരതി എന്ന അഭിനേത്രി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്.
തുടർന്ന് കാണാത്ത വേഷങ്ങൾ, ഖദീജ, നാടൻ പെണ്ണ്, കളിയല്ല കല്യാണം, വെളുത്ത കത്രീന, പാടുന്ന പുഴ, കാട്ടുകുരങ്ങ്, കടൽപ്പാലം തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിലെ നായികാ പദവിയിലേക്ക് ഉയരുകയായിരുന്നു ജയഭാരതി എന്ന നടി. നിലയ്ക്കാത്ത ചലനങ്ങൾ, പളുങ്കുപാത്രം, തുറക്കാത്ത വാതിൽ, വിവാഹിത, വിലയ്ക്ക് വാങ്ങിയ വീണ, കുട്ടിയേടത്തി, ശരശയ്യ, മൂന്നു പൂക്കൾ തുടങ്ങിയ സിനിമകൾ ഒരു നായിക നടി എന്ന നിലയിൽ ജയഭാരതിക്ക് മൈൽ സ്റ്റോൺ സിനിമകളായിരുന്നു. CID നസീർ, രതി നിർവേദം, കന്യക, പത്മതീർത്ഥം, ഇഷ്ടപ്രാണേശ്വരി, അലാവുദ്ദീനും അത്ഭുതവിളക്കും, ഗുരുവായൂർ കേശവൻ തുടങ്ങിയ സിനിമകളിലൂടെ ജയഭാരതി എന്ന നായിക നടി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. സത്യൻ, പ്രേം നസീർ, മധു, വിൻസെന്റ്, ജയൻ, MG സോമൻ, കമലഹാസൻ, രജനീകാന്ത് തുടങ്ങിയ സൂപ്പർ താരനിരയുടെ നായികയായി തിളങ്ങിയ ജയഭാരതി മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 1972-ലും 1973-ലും വിവിധ സിനിമകളിലെ മികച്ച അഭിനയത്തിന് ജയഭാരതി കേരള സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 1991-ൽ മറുപക്കം എന്ന സിനിമയിലെ മികച്ച അഭിനയത്തിന് നാഷണൽ ലെവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡും ജയഭാരതി എന്ന നടി സ്വന്തമാക്കിയിട്ടുണ്ട്. 1987-ൽ ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയിലൂടെ ജയഭാരതി എന്ന എവർഗ്രീൻ നായിക നടിയിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. തുടർന്ന് മൂന്നാം പക്കം, ധ്വനി, വിറ്റ്നസ്, ഒന്നാമൻ അങ്ങനെ നിരവധി സിനിമകളിൽ അമ്മവേഷങ്ങൾ ചെയ്തുകൊണ്ട് ജയഭാരതി എന്ന നടി തൻ്റെ അഭിനയ ജീവിതം തുടരുകയാണ്. നായിക നടിയിൽ നിന്നും അമ്മവേഷത്തിലേക്ക് ചേക്കേറിയ മറ്റൊരു നടി ഉണ്ണിമേരിയായിരുന്നു. 1969-ൽ നവവധു എന്ന മലയാള സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ഉണ്ണിമേരി തൻ്റെ സിനിമാ അഭിനയ ജീവിതത്തിന് അരങ്ങേറ്റം കുറിച്ചത്. 1972-ൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന സിനിമയിലൂടെയാണ് ഉണ്ണിമേരി എന്ന നടി മേജർ ആർട്ടിസ്റ്റായത്. തുടർന്ന് ദേവി കന്യാകുമാരി, പിക്നിക്, സ്വാമി അയ്യപ്പൻ, തോമാസ് ലീഗ, അഷ്ടമി രോഹിണി, ചോറ്റാനിക്കര അമ്മ, മധുരം തിരുമധുരം, ധീരസമീരെ, യമുന തീരെ, മല്ലനും മാദേവനും, ചെന്നായ വളർത്തിയ കുട്ടി തുടങ്ങിയ സിനിമകളിലൂടെ നായിക നിരയിലേക്ക് ഉയരുകയായിരുന്നു ഉണ്ണിമേരി എന്ന നടി. തുടർന്ന് അംബ അംബിക അംബാലിക, കണ്ണപ്പനുണ്ണി, പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, മിനിമോൾ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, സൂത്രക്കാരി, ശത്രുസംഹാരം, ബീന, പത്മതീർത്ഥം തുടങ്ങിയ സിനിമകളിലൂടെ അന്നത്തെ ചോക്ലേറ്റ് ഗ്ലാമർ നായിക പദവിയിൽ തിളങ്ങിയ ഉണ്ണിമേരി മലയാളത്തിൽ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ദീപ എന്ന പേരിലും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. 70കൾ മുതൽ പ്രേം നസീർ, ജയൻ, MG സോമൻ, വിൻസെന്റ്, കമലഹാസൻ തുടങ്ങിയ സൂപ്പർ താരനിരയുടെ നായികയായും മികച്ച അഭിനയം ഉണ്ണിമേരി കാഴ്ചവെച്ചിട്ടുണ്ട്. 80കളുടെ പകുതിയിൽ വെച്ച് അമ്മ വേഷങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുകയായിരുന്നു ഉണ്ണിമേരി എന്ന നായിക നടി. നായിക നടിയിൽ നിന്നും അമ്മ നടിയിലേക്ക് ചേക്കേറിയ മറ്റൊരു നടിയാണ് നടി ലക്ഷ്മി. 1968-ൽ ഗോവ ദില്ലി CID എന്ന കന്നഡ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് നടി ലക്ഷ്മി തൻ്റെ സിനിമ അഭിനയ ജീവിതം തുടങ്ങിയത്. 1974-ൽ ചട്ടക്കാരി എന്ന മലയാളം സിനിമയിൽ ജൂലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായിക നിരയിലേക്ക് ഉയരുകയായിരുന്നു നടി ലക്ഷ്മി. ചട്ടക്കാരിയിലെ അഭിനയ മികവിന് ലക്ഷ്മിക്ക് കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ലഭിക്കുകയുണ്ടായി. യൗവനത്തുടിപ്പിൻ്റെ പ്രണയവും സെക്സും എല്ലാം അന്നത്തെ ടീനേജ് നായികയായ ലക്ഷ്മി വളരെ നന്നായി അഭിനയിച്ചു ബലിപ്പിച്ചു. തുടർന്ന് അന്നത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീറിൻ്റെ നായികയായി പിക്നിക്, പ്രയാണം, സിന്ധു, ചട്ടമ്പി കല്യാണി, ചലനം, സ്വാമി അയ്യപ്പൻ, ചുവന്ന സന്ധ്യകൾ, രാഗം, ഉല്ലാസയാത്ര തുടങ്ങിയ സിനിമകളിൽ നായികയായി അഭിനയിച്ചുകൊണ്ട് ലക്ഷ്മി മലയാള സിനിമാ ലോകത്ത് നിലയുറപ്പിച്ചു. ഒപ്പം കന്നഡയിലും നായികയായി അഭിനയം തുടർന്നു. തുടർന്ന് 1976-ൽ പൊന്നി, സർവേക്കല്ല്, 1977-ൽ മോഹവും മുക്തിയും, കടുവയെ പിടിച്ച കിടുവ, 78-ൽ ഇനിയും പുഴയൊഴുകും, 80-ൽ രജനീഗന്ധി, 81-ൽ അന്തിവെയിലിലെ പൊന്ന്, സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം, പടയോട്ടം, 82-ൽ ലേഡി ടീച്ചർ, ഗാനം, താളം തെറ്റിയ താരാട്ട്, കാര്യം നിസ്സാരം, ആട്ടക്കലാശം, 83-ൽ ബന്ധനം, ആരുടം, ആരാൻ്റെ മുല്ല, കൊച്ചുമുല്ല, 1992-ൽ ഭരതം,
തുടങ്ങിയ മലയാള സിനിമകളിലെ കഥാപാത്രങ്ങൾ ലക്ഷ്മിയുടെ അഭിനയ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളായി. 1974 നായികയായി തുടങ്ങിയ ലക്ഷ്മി എന്ന നടി 80കളിൽ നായികയിൽ നിന്ന് ചേച്ചി കഥാപാത്രങ്ങളിലേക്കും അമ്മ കഥാപാത്രങ്ങളിലേക്കും പറിച്ചു നടപ്പെട്ടു. കന്നഡ സിനിമയിൽ നിന്നും മലയാള സിനിമയിലെത്തി തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച നായിക നടിയായിരുന്നു ലക്ഷ്മി. അന്യഭാഷയിൽ നിന്നും മലയാളത്തിലെത്തിയ നായിക നടികളിൽ ശാരദ കഴിഞ്ഞാൽ മലയാളികൾ നെഞ്ചിലേറ്റിയ നായിക നടിയായിരുന്നു ലക്ഷ്മി എന്ന നായിക. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5 ഭാഷകളിൽ മികച്ച റൊമാൻറ്റിക് നായികയായിരുന്ന ലക്ഷ്മി 1977 തമിഴിൽ ചില നേരങ്ങളിൽ ചില മന്ദിരങ്ങൾ എന്ന സിനിമയിൽ ഗംഗ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിക്കൊണ്ട് മികച്ച അഭിനയം കാഴ്ചവെച്ചു. ഈ സിനിമയ്ക്ക് 1977 നാഷണൽ ലെവലിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ലക്ഷ്മിക്ക് ലഭിച്ചു. 1994 മുതൽ, അതായത് മാനത്തെ വെള്ളിത്തേര് മുതൽ അമ്മവേഷങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവുകയായിരുന്നു ലക്ഷ്മി എന്ന നായിക. നായിക വേഷത്തിൽ നിന്നും അമ്മ വേഷത്തിലേക്ക് വന്ന മറ്റൊരു നടിയായിരുന്നു നടി അംബിക. 1976 ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു അംബിക തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. 1979 നീലത്താമര എന്ന മലയാള സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അംബിക മലയാളത്തിലെ നായിക നിരയിലേക്ക് ഉയർന്നു. തുടർന്ന് എനിക്ക് ഞാൻ സ്വന്തം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ഇഷ്ടമാണ് പക്ഷേ, അണിയാത്ത വളകൾ, അങ്ങാടി, മീൻ, സ്വന്തമെന്ന പദം, വൈകി വന്ന വസന്തം, ഏതൻ തോട്ടം, അർച്ചന ടീച്ചർ, മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള തുടങ്ങിയ സിനിമകളിലൂടെ നായിക എന്ന നിലയിൽ അംബിക മലയാളത്തിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു. ജയൻ, സോമൻ, സുകുമാരൻ, കമലഹാസൻ തുടങ്ങിയവരുടെ നായികയായി 70കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യത്തിലും തിളങ്ങിയ അംബിക ഒരു നോക്ക് കാണാൻ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, 3 മാസങ്ങൾക്ക് മുമ്പ്, മലരും കിളിയും, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, അയിത്തം, പട്ടണപ്രവേശം തുടങ്ങിയ സിനിമകളിലൂടെ 80കളിലെ പുത്തൻ താരോദയങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ശങ്കറിൻ്റെയും നായികയായി മലയാള സിനിമയിൽ തിളങ്ങി. മലയാളത്തിൽ നായികയായി അഭിനയിച്ച അത്രയും സിനിമകളിൽ തന്നെ തമിഴിലും സൂപ്പർ താരങ്ങളായ രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും നായികയായി അംബിക നിറഞ്ഞു നിന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിൽ നായികയായി അഭിനയിച്ച അംബിക 1999 മുതൽ നിറം എന്ന സിനിമയിൽ അമ്മയായി അഭിനയിച്ചുകൊണ്ട് നായിക വേഷങ്ങളിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു. നായിക വേഷങ്ങളിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് വന്ന മറ്റൊരു നടിയാണ് നടി മേനക. 1980 ഓപ്പോൾ എന്ന സിനിമയിൽ ബാലങ്കെ നായരുടെ നായികയായാണ് മേനക തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് വേലിയേറ്റം, വിഷം, ഗുഹ, മുന്നേറ്റം, അഹിംസ, കോലങ്ങൾ, ആദർശം, എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, പൊന്നും പൂവും, രുഗ്മ, ഈറ്റില്ലം, ശേഷം കാഴ്ചയിൽ, താളം തെറ്റിയ താരാട്ട്, എങ്ങനെ നീ മറക്കും, രതിലയം തുടങ്ങിയ സിനിമകളിലൂടെ ശങ്കർ, മോഹൻലാൽ, രതീഷ്, മമ്മൂട്ടി, നെടുമുടി വേണു എന്നിവരുടെ നായികയായി മലയാള സിനിമയിൽ മേനക തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചു. വെള്ളം, ഓടരുതമ്മാവ, ആളറിയാം, ആഗ്രഹം, ഒരു തെറ്റിൻ്റെ കഥ, തിരക്കിൽ അല്പസമയം, അപ്പുണ്ണി, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, പ്രിൻസിപ്പൽ ഒളിവിൽ, രേവതിക്കൊരു പാവക്കുട്ടി, മൗന നൊമ്പരം തുടങ്ങിയ സിനിമകൾ ഒരു നായിക എന്ന നിലയിൽ മേനകയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. മലയാള സിനിമയിലെ ഓപ്പോൾ ആയിരുന്ന മേനക നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. 2011 മുതൽ അമ്മവേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു മേനക എന്ന നടി. നായികയായി തിളങ്ങിയ മേനക അമ്മവേഷങ്ങളിലും തിളങ്ങുകയാണ്. നായികാ വേഷങ്ങളിൽ നിന്നും അമ്മവേഷങ്ങളിലേക്ക് വന്ന മറ്റൊരു നടിയാണ് വനിത. 1979 പതൈ മാറിനാൽ എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് വനിത തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1980 ചന്ദ്രഹാസമായിരുന്നു മലയാളത്തിൽ വനിതയുടെ ആദ്യ സിനിമ. തുടർന്ന് ശാലിനി എൻ്റെ കൂട്ടുകാരി, ഗുഹ, എനിക്കും ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ, ഈ നാട്, ബെൽറ്റുമത്തായി, ഒരു മാടപ്പിറാവിൻ്റെ കഥ, ചക്രവാളം ചുവന്നപ്പോൾ തുടങ്ങിയ സിനിമകളിലൂടെ
മലയാള സിനിമയിൽ നായികയായി കാലുറപ്പിക്കുകയായിരുന്നു വനിത എന്ന നടി. 1980 തുടങ്ങി 1985 വരെ മലയാള സിനിമയിൽ നായികയായി അഭിനയിച്ച വനിത 2006 നോട്ടം എന്ന മലയാള സിനിമയിലൂടെ അമ്മവേഷം അണിയുകയായിരുന്നു. ഗായകനും നടനുമായ കൃഷ്ണചന്ദ്രനാണ് വനിതയുടെ ഭർത്താവ്. വനിത എന്ന നടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നായികയായി അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ അവർ അമ്മയായാണ് അഭിനയിച്ചിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ഇപ്പോഴും അമ്മയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടി വനിത 2006 മുതൽ മലയാളത്തിലും തമിഴിലും അമ്മവേഷങ്ങളിൽ സജീവമാകുകയായിരുന്നു. നായിക വേഷങ്ങളിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് വന്ന മറ്റൊരു നടിയാണ് രോഹിണി. രോഹിണി എന്ന നായിക 1975 യശോദ കൃഷ്ണ എന്ന തെലുങ്ക് സിനിമയിൽ ബാലതാരമായാണ് തൻ്റെ സിനിമ അഭിനയ ജീവിതം തുടങ്ങിയത്. 1982 കക്ക എന്ന മലയാള സിനിമയിൽ മേജർ ആർട്ടിസ്റ്റായി രോഹിണി അഭിനയിച്ചു. കക്കയിൽ രഘുവരൻ്റെ നായികയായിട്ടായിരുന്നു രോഹിണിയുടെ മലയാള സിനിമയിലേക്കുള്ള കാൽവെപ്പ്. കക്ക, ധീര, രുക്മ, ഈ യുഗം, കുയിലിനെ തേടി, ആ രാത്രി, തിരക്കിൽ അല്പസമയം, പറന്ന് പറന്ന് പറന്ന്, ഇവിടെ തുടങ്ങുന്നു, സന്ദർഭം, ആരാന്റെ മുല്ല കൊച്ചുമുല്ല, ഒരു കുടക്കീഴിൽ തുടങ്ങിയ ഒരു പിടി സിനിമകളിൽ മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ, റഹ്മാൻ, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയവരുടെ നായികയായി രോഹിണി മികച്ച അഭിനയം കാഴ്ചവെച്ചു. അന്നത്തെ ടീനേജ് നായികയായിരുന്നു രോഹിണി. തുടർന്ന് നിരവധി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ രോഹിണി നായികയായി. നടൻ രഘുവരനെയാണ് രോഹിണി വിവാഹം കഴിച്ചത്. വിവാഹത്തോടുകൂടി കുറച്ചുകാലം സിനിമയിൽ നിന്നും മാറി നിന്നെങ്കിലും 2004 വീരുമാണ്ടി എന്ന തമിഴ് സിനിമയിൽ കമലഹാസനോടൊപ്പം അഭിനയിച്ചുകൊണ്ട് രോഹിണി വീണ്ടും സിനിമയിൽ സജീവമായി. 80കളിലെ ടീനേജ് നായികയായ രോഹിണി 2011 മുതൽ അമ്മവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മലയാളത്തിൽ പയ്യൻസ്, ബ്ലാക്ക് ബട്ടർഫ്ലൈ, തമിഴിൽ കോഴി കൂവുന്നു, തെലുങ്കിൽ ജഗദ്ഗുരു ആദിശങ്കര, ഒക്കലൈല കോശം, ബാഹുബലി തുടങ്ങിയ സിനിമകളിൽ അമ്മവേഷത്തിൽ രോഹിണി മികച്ച അഭിനയം കാഴ്ചവെച്ചു വരുന്നു. നായിക വേഷങ്ങളിൽ നിന്നും അമ്മവേഷങ്ങളിലേക്ക് മാറിയ മറ്റൊരു നടിയായിരുന്നു ഗീത. 1979 പെരുവഴിയമ്പലം എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഗീത തൻ്റെ സിനിമ അഭിനയ ജീവിതം തുടങ്ങുന്നത്. തുടർന്ന് തിരകൾ എഴുതുന്ന കവിത, പപ്പു, ഗർജനം തുടങ്ങിയ മലയാള സിനിമകളിൽ നായികയായി അഭിനയിച്ചുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് 1986 മോഹൻലാൽ നായകനായി അഭിനയിച്ച സുഗമോ ദേവി എന്ന സിനിമയിലെ നായിക കഥാപാത്രത്തിലൂടെയാണ്. പഞ്ചാഗ്നി, ക്ഷമിച്ചു എന്നൊരു വാക്ക്, ആവനാഴി, ഗീതം, നിറഭേദങ്ങൾ, സായം സന്ധ്യ, ഋതുഭേദം, വ്രതം, ശ്രുതി, അമൃതം ഗമയ തുടങ്ങിയ സിനിമകളിൽ കമലഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരനിരയുടെ നായികയായി ഗീത മലയാള സിനിമയിലെ നായികാ നിരയിലേക്ക് ഉയർന്നു. വളരെ ഇരുത്തം വന്ന ഒരു നായിക നടിയായിരുന്നു ഗീത. വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, ലാൽ സലാം, നായർ സാബ്, അയ്യർ ദി ഗ്രേറ്റ് തുടങ്ങിയ ക്ലാസിക്കൽ മാസ് സിനിമകളിൽ ഒരു നായിക എന്ന നിലയിൽ ഗീത എന്ന നടി മികച്ച അഭിനയ പാടവം കാഴ്ചവെച്ചു. അഭിമന്യു, കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം, രാധാമാധവം, അഥർവം, വാത്സല്യം, ഭൂമിഗീതം, രുദ്രാക്ഷം, രാരീരം, പഞ്ചാഗ്നി, അച്ചുവേട്ടൻ്റെ വീട്, ആധാരം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഗീതയുടെ അഭിനയ ജീവിതത്തിലെ മൈൽ സ്റ്റോൺ കഥാപാത്രങ്ങളായി. നായികയും ഉപനായികയുമായി ഗീത മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിൽ ഗീത നായികയായി തിളങ്ങി. 1989 ഒരു വടക്കൻ വീരഗാഥയിലെ അഭിനയ മികവിന് സംസ്ഥാന സർക്കാരിൻ്റെ സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡിന് ഗീത അർഹയായി. 1988 പുറത്തിറങ്ങിയ വൈശാലി എന്ന നായികയുടെ അമ്മയായി ഗീത അഭിനയിച്ചുവെങ്കിലും 2010
അൻവർ എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന അൻവർ എന്ന നായക കഥാപാത്രത്തിൻ്റെ അമ്മയായാണ് ഗീത മലയാള സിനിമയിൽ അമ്മവേഷത്തിൽ സജീവമാകുന്നത്. മലയാള സിനിമയിൽ നായികാ വേഷങ്ങളിൽ നിന്നും അമ്മവേഷങ്ങളിലേക്ക് ചേക്കേറിയ മറ്റൊരു നടിയാണ് സരിത. 1977 സെയിന്താടമ്മ സെയിന്താട് എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് സരിത തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1984 ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന മലയാള സിനിമയിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സരിത മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. നല്ലൊരു അഭിനേത്രിയായ സരിതയ്ക്ക് മലയാള സിനിമയിൽ നായികയായി നിറയെ അവസരങ്ങൾ കൈവന്നു. സന്ദർഭം, മിനിമോൾ വത്തിക്കാനിൽ, കാതോട് കാതോരം, യാഗാഗ്നി, കണി കാണും നേരം, കാട്ടുതീ, തനിയാവർത്തനം, വിളംബരം, സംഘം, അങ്ങനെ മമ്മൂട്ടിയുടെയും മുകേഷിൻ്റെയും നായികയായി ഒരു പിടി സിനിമകൾ. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ നായികയായി തിളങ്ങിയ സരിത 2006 മുതൽ അമ്മവേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. മലയാള സിനിമയിൽ നായികാ വേഷങ്ങളിൽ നിന്നും അമ്മവേഷങ്ങളിലേക്ക് ചേക്കേറിയ മറ്റൊരു നടിയാണ് ഉർവശി. 1977 വിടരുന്ന മുട്ടുകൾ എന്ന മലയാളം സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു ഉർവശി തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിച്ചത്. 1983 മുന്താണെ മുടിച്ച് എന്ന തമിഴ് സിനിമയിൽ ഭാഗ്യരാജിനെ നായികയായി അഭിനയിച്ചുകൊണ്ട് ഉർവശി തമിഴിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു. 1983 ഹലോ മദ്രാസ് കേൾ എന്ന മലയാള സിനിമയിലൂടെ മലയാളത്തിലും നായികയായി ഉർവശി അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് പത്താമുദയം, കരിമ്പിൻ പൂവിനക്കരെ, നിറക്കൂട്ട്, എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി, സുനിൽ വയസ്സ് 20, സുഖമോ ദേവി തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, ശങ്കർ തുടങ്ങിയ സൂപ്പർ താരനിരയുടെ നായികയായി ഉർവശി മലയാള സിനിമയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. തുടർന്ന് അഭിനയിച്ച പൊന്മുട്ടയിടുന്ന താറാവ്, സ്വാഗതം, അക്ഷരത്തെറ്റ്, മഴവിൽക്കാവടി, മൃഗയ, തലയണമന്ത്രം, ലാൽ സലാം, ഭരതം, മാളൂട്ടി, കിഴക്കൻ പത്രോസ്, വെങ്കലം, മിഥുനം, സ്ഫടികം, കഴകം, കടിഞ്ഞൂൽ കല്യാണം, ഗർഷോം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഒരു നായിക എന്ന നിലയിൽ ഉർവശിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. ജയറാം പാർവതി എന്നതുപോലെ തന്നെ ജയറാം ഉർവശിയും മലയാളത്തിലെ സൂപ്പർ താരജോഡികളായിരുന്നു. 1990, 91, 92 കാലഘട്ടങ്ങളിൽ നായികയായി അഭിനയിച്ചിരുന്ന സമയത്ത് തലയണമന്ത്രം, ഭരതം, വെങ്കലം തുടങ്ങിയ സിനിമകളിലെ മികച്ച അഭിനയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡും 2005, 2009 കാലഘട്ടങ്ങളിൽ അച്ചുവിൻ്റെ അമ്മ, ഭാര്യ സ്വന്തം സുഹൃത്ത് തുടങ്ങിയ സിനിമകളിലെ അഭിനയ മികവിന് സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ട്രസും ബെസ്റ്റ് സെക്കൻഡ് ആക്ട്രസും അവാർഡുകൾ ഉർവശി എന്ന നായിക നടിയെ തേടിയെത്തി. 2006 അച്ചുവിൻ്റെ അമ്മയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള നാഷണൽ അവാർഡും ഉർവശി സ്വന്തമാക്കി. 2005 അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലൂടെയാണ് ഉർവശി എന്ന നായിക നടി അമ്മവേഷങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ കമലഹാസൻ, രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, റഹ്മാൻ, മനോജ് കെ ജയൻ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ നായികയായി തിളങ്ങിയ ഉർവശി ഇപ്പോൾ അമ്മവേഷങ്ങളിൽ സജീവമായി തിളക്കമാർന്ന അഭിനയം കാഴ്ചവെക്കുന്നു. മലയാള സിനിമയിൽ നായികാ വേഷങ്ങളിൽ നിന്നും അമ്മവേഷങ്ങളിലേക്ക് വന്ന മറ്റൊരു നടിയാണ് നദിയ മൊയ്തു. 1984 നോക്കത്താ ദൂരത്തെ കണ്ണുനട്ട് എന്ന സിനിമയിലൂടെ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് നദിയ മൊയ്തു എന്ന നടി സിനിമാ ലോകത്തേക്കുള്ള തൻ്റെ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കൂടും തേടി, വന്നു കണ്ടു കീഴടക്കി, ഒന്നിങ്ങു വന്നെങ്കിൽ, കണ്ടു കണ്ടറിഞ്ഞു, പഞ്ചാഗ്നി, ശ്യാമ, പൂവിനു പുതിയ പൂന്തന്നൽ തുടങ്ങിയ സിനിമകളിൽ മോഹൻലാൽ, റഹ്മാൻ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി തിളങ്ങിയ ചോക്ലേറ്റ് നായിക നദിയ മൊയ്തു ഇവിടെ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ പൂവേ പൂചൂടവ എന്ന തമിഴ് സിനിമയിൽ നായികയായി അഭിനയിക്കുകയുണ്ടായി. തുടർന്ന് നദിയ മൊയ്തുവിന് തമിഴിൽ മലയാളത്തിനേക്കാൾ തിരക്കായി. 1986 മന്ദിരപ്പുന്നകൈ, ഉയിരെ ഉനക്കാക, ഉനക്കാകിറെ വാഴ്കിറെ, നിലവേ മലരെ തുടങ്ങി നിരവധി തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും നായികയായി തിളങ്ങിയ നദിയ മൊയ്തു
1994 പിന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് അഭിനയ മേഖലയിൽ നിന്നും വിട്ടുനിന്ന നദിയ മൊയ്തു 2004 എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന തമിഴ് സിനിമയിൽ കുമരൻ്റെ അമ്മവേഷത്തിലാണ് പിന്നീട് സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത്. ഇപ്പോൾ നദിയ മൊയ്തു അമ്മവേഷത്തിൽ സജീവമാണ്. ഈ നായിക നടി നായികയായി തിളങ്ങിയതുപോലെ തന്നെ അമ്മവേഷത്തിലും നന്നായി തിളങ്ങുന്നുണ്ട്. ഏതു വേഷത്തിലും അഭിനയിക്കാൻ തയ്യാറാകുന്ന ആർട്ടിസ്റ്റുകളെയാണ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. മുഖത്ത് ചായം തേച്ച് വേഷങ്ങൾ അണിയുമ്പോൾ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ നടീനടന്മാർ കഥാപാത്രങ്ങളായി മാറുന്നു. അത് മകളായാലും അമ്മയായാലും അച്ഛനായാലും ചേട്ടനായാലും ചേച്ചിയായാലും അനുജത്തിയായാലും നാത്തൂനായാലും എല്ലാം കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളായി പകർന്നാട്ടം നടത്തുമ്പോഴാണ് നടീനടന്മാർ യഥാർത്ഥ കലാകാരന്മാരാകുന്നത്. ഇവിടെയാണ് നായിക വേഷങ്ങളിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് ചേക്കേറിയ നായികമാരുടെ പ്രസക്തി. മലയാള സിനിമയിൽ നായികാ വേഷങ്ങളിൽ നിന്നും അമ്മ വേഷങ്ങളിലേക്ക് മാറി തങ്ങളുടെ അഭിനയ ജീവിതം വിജയകരമായി തുടരുന്ന എല്ലാ അഭിനേത്രികൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഗുഡ് ബൈ.